തൃശ്ശൂരിൽ നിന്ന് ജയിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ബി ജെ പിയുടെ നിലവിലെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി പാലക്കാട് പ്രസംഗത്തിൽ പറഞ്ഞ ഒരു ഡയലോഗ് വളരെ ശ്രദ്ധേയമാണ്. കോൺഗ്രസ് ശക്തമായി മനസ്സിലാക്കേണ്ട ആ ഡയലോഗ് വളരെ പ്രശസ്തം തന്നെയാണ്. തൃശ്ശൂരിൽ 3-ാം സ്ഥാനത്തിരുന്ന എനിക്ക് 1-ാം സ്ഥാനത്ത് 4,12,000-ലധികം വോട്ട് നേടി ഇവിടെ ജയിക്കാമെങ്കിൽ എന്തുകൊണ്ട് കാലാകാലങ്ങളിലായി കോൺഗ്രസിനോട് പൊരുതി 2-ാം സ്ഥാനത്ത് എന്നും ജയിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് പാലക്കാട് ജയിച്ചുകൂടാ? ഇത് കൊടുക്കുന്ന സന്ദേശം ചെറുതായൊരു കാര്യമല്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് എണ്ണയിട്ട യന്ത്രം പോലെ പാലക്കാട് കേന്ദ്രീകരിക്കുന്നത്. ഒരു സ്യൂട്ടബിൾ കാൻഡിഡേറ്റിനെ മാത്രം നിർത്തിയാൽ പോരാ. പാലക്കാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. പാലക്കാടിൽ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ 3,800-ലേറെ വോട്ടുകൾക്ക് വിജയിച്ചു കയറിയത് നിസ്സാരമായൊരു പ്രവണതയല്ലായിരുന്നു. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ ഏറ്റവും വലിയ വാശിയേറിയ പോരാട്ടം എന്ന് പറയേണ്ടത് പാലക്കാട് തന്നെയാണ്. മെട്രോമാനായിരുന്ന ഈ ശ്രീധരൻ റൗണ്ടുകൾ പലതും പിന്നിടുമ്പോൾ അടിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൽ നിന്നും ശക്തമായി ഒരു ഗ്രാഫിക്കൽ ലീഡ് തിരിച്ചു പിടിക്കാൻ ഷാഫി പറമ്പിൽ നിന്നല്ലാതെ മറ്റാർക്കും കഴിയാത്ത വിധത്തിലേക്ക് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവന്ന് മിന്നുന്ന വിജയത്തിലേക്ക് മിന്നുന്ന രീതിയിൽ തേരിലേറ്റിയത് ഷാഫി പറമ്പിൽ എന്ന കരുത്തുറ്റ പോരാളിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്നത് ഒരു രീതിയിലും വർഗീയ പാർട്ടിയോട് സന്ധി ചെയ്യാത്ത രീതിയിലുള്ള നഖശിഖാന്തമായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പാലക്കാടിൻ്റെ മണ്ണിൽ കഴിയുക എന്നതാണ്. കാരണം ഷാഫി പറമ്പിൽ എന്ന വ്യക്തി പാലക്കാട് നിന്നും വടകരയിലേക്ക് പോയത് ജയിക്കാൻ തന്നെയായിരുന്നു. അദ്ദേഹം 1.25 ലക്ഷം വോട്ടിന് ജയിക്കുകയും ചെയ്തു. കെ ശൈലജയെ തകർത്തെറിഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൻ്റെ തേരോട്ടം തന്നെയായിരുന്നു വടകരയിൽ. എന്നാൽ പാലക്കാട് എന്ന നിയോജക മണ്ഡലത്തിലെ ആ ഉപതെരഞ്ഞെടുപ്പ് ഒരു വലിയ പോരാട്ടമായി അവിടെ ബാക്കി നിൽക്കുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെയോ അല്ലെങ്കിൽ വി.ടി. ബൽറാമിനെയോ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് ചിന്തിക്കുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, ഷാഫി പറമ്പിലിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ അതേ രീതിയിലുള്ള ഒരു ഫോക്കസ്, ഒരുപക്ഷെ അതിലേറെ എന്ന രീതിയിലേക്ക് കോൺഗ്രസ്സിന് കഴിയണം. ഭരണവിരുദ്ധത എന്ന LDFനെതിരെയുള്ള വലിയ രീതിയിലുള്ള സമരായുധം അത് എൻ ബ്ലോക്കായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് വരാൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കവും നടത്തണം. ഇത് രണ്ടും ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ തീർച്ചയായും പാലക്കാട് കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിയുകയുള്ളൂ. 9,077 വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷമുണ്ട് നിലവിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ. ഇത് ലോക്സഭാ കണക്കിൽ VK ശ്രീകണ്ഠൻ വിജയിച്ച 75,000 വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച നിലവിലെ സിറ്റിംഗ് എം പിയുടെ ലീഡ് നില പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പരിശോധിച്ചാൽ അങ്ങനെയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന മലമ്പുഴയിൽ പോലും വെറും 5,000 വോട്ടുകൾക്ക് മാത്രമാണ് LDF അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. മണ്ണാർക്കാടും പട്ടാമ്പിയുമൊക്കെ റെക്കോർഡ് ലീഡാണ് UDFന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ശക്തമായി തന്നെ നിലനിർത്താൻ കോൺഗ്രസിനാകും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു.